ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഒരു BS6 ജൂപ്പിറ്റർ സ്റ്റാർട്ടിംഗ് പ്രോബ്ലം ആയിട്ട് വന്നതാണ്. അതുകൊണ്ട് നമ്മൾ സ്റ്റാർട്ടിംഗ് പ്രോബ്ലം വന്നിട്ട് നമ്മൾ എന്തൊക്കെ ചെക്ക് ചെയ്തൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ സ്റ്റാർട്ടിംഗ് കംപ്ലയിൻ്റ് ഒക്കെ വന്നാൽ ഏതൊക്കെ ഭാഗമാണ് നോക്കേണ്ടതെന്നൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമ്മൾ വീഡിയോയിലേക്ക് പോകാം. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. കണ്ട് സെൽഫ് അടിച്ചിട്ട് സൗണ്ട് വരുന്നത്, പക്ഷേ സൗണ്ട് മാത്രമേ ഉള്ളൂ, പക്ഷേ വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. കണ്ടില്ലേ, ഒരു ചെറിയ സൗണ്ട് കണ്ടില്ലേ? സെൽഫ് അടിക്കുമ്പോൾ വണ്ടി റേസ് ആവുന്നില്ല. ഒന്ന് സെൽഫ് അടിക്കുന്ന മോട്ടർ കറങ്ങുന്ന സൗണ്ട് മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ പെട്രോളും ബാക്കിയെല്ലാം റെഡിയാണ്. പിന്നെ ഇതിൻ്റെ സൈഡ് സ്റ്റാൻഡൊക്കെ ഓണായി കിടന്നാൽ സൈഡ് സ്റ്റാൻഡ് സെൻസറൊക്കെ ഓണായി കിടന്നാലും ഈ ഒരു സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് വരും കേട്ടോ. തീരെ സ്റ്റാർട്ടാവില്ല. ആ ഭാഗമൊക്കെ ക്ലിയർ ആണ്. പിന്നെ നമ്മൾ നോക്കിയെന്ന് വെച്ചാൽ നമുക്ക് പെട്രോള് ഇഞ്ചക്ടറിൽ പമ്പ് ചെയ്യുന്നുണ്ടോ നോക്കണം. മോട്ടറിന് ഇതിൻ്റെ മോട്ടറൊക്കെ ഫ്രണ്ടിലാണ് വരുന്നത്. ടാങ്ക് പുതിയ മോഡൽ BS6 ആയതുകൊണ്ട്, പക്ഷേ BS6 ഒക്കെ ഒരേ മോഡലാണ് വരിക. ഈ ഒരു പിന്നെ ഇഞ്ചക്ട് ചെയ്യുന്നൊക്കെ പെട്രോളൊക്കെ നമ്മൾ ചാവി ഓൺ ആക്കുമ്പോഴേക്കും പെട്രോൾ ഓൾറെഡി ഇഞ്ചക്ട് ചെയ്ത് വരണം. അതുകൊണ്ട് ഫയർ ചെയ്യണം. അപ്പോൾ ആ ഭാഗമൊക്കെ റെഡിയാണ്. കണ്ടില്ലേ, രണ്ടും സെയിം ആണ്. നമ്മൾ രണ്ട് വട്ടം ചാവി ഓഫാക്കി ഓൺ ആക്കുമ്പോഴൊക്കെ പെട്രോളിൻ്റെ ഭാഗം റെഡിയാണ്. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ അയച്ചങ്ങോട്ട് ഫിറ്റ് ചെയ്ത് നമ്മൾ ആ ഊരുമ്പൊക്കെ ശ്രദ്ധിക്കണം. ആ രണ്ട് ക്ലിപ്പ് ഉണ്ടാവും, അറിയാണ്ട് ഊരി പോവുകയും ചെയ്ത് ആ ക്ലിപ്പ് ഇങ്ങോട്ട് പ്രസ് ചെയ്താലും നമുക്ക് ആ ഒരു പെട്രോള് ഒരു പൈപ്പ് ഇങ്ങോട്ട് പുറത്തേക്ക് ഊരാൻ കിട്ടും. അതിന് ശേഷം പിന്നെ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ഭാഗം ക്ലിയറായി. പിന്നെ നമ്മൾ കറണ്ട് എടുക്കുന്നുണ്ടോ നോക്കണം. ഈ പ്ലഗ് പോയാലും ഈ സ്പാർക്കിങ് വന്നില്ലെങ്കിലൊക്കെ കറണ്ടിൻ്റെ പ്രോബ്ലം കൊണ്ടും ഈ ഒരു സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് വരാറുണ്ട്. അതുകൊണ്ട് നമ്മൾ പുറത്തുനിന്നൊരു പുതിയൊരു പ്ലഗ് നമ്മൾ എടുത്തിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുകയാണ്. നമ്മൾ അഡാപ്റ്ററിൽ നല്ലോണം ഇറങ്ങി കിടന്നു. എന്നിട്ട് അങ്ങോട്ട് അവിടെ സൈഡിലൊക്കെ ആക്കിയിട്ട് സെൽഫ് അടിക്കുമ്പോൾ കണ്ടില്ലേ കറണ്ട് സ്പാർക്കൊക്കെ വരുന്നുണ്ട്. നിങ്ങൾ കാണുന്നില്ല, ആ പ്ലഗിൻ്റെ സെൻറ്ററിൽ നിന്ന് ചെറിയൊരു തീ ഇങ്ങനെ പാറുകൊണ്ടോ അതുകൊണ്ട് സ്പാർക്കിങ്ങും. അപ്പോൾ ആ ഭാഗവും ക്ലിയറാണ്. അപ്പോൾ കറണ്ടും പിന്നെ പെട്രോളൊക്കെ ക്ലിയറാണ്. പിന്നെ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ECUവിന് പ്രോബ്ലം വരുന്നുണ്ടെങ്കിലും ഉണ്ടാകും. ഇതിൻ്റെ മുന്നേ 2-3 വണ്ടി ഇങ്ങനെ ജൂപ്പിറ്റർ ഇങ്ങനത്തെ വണ്ടിയൊക്കെ നമ്മൾ ECU ഈ ഒരു വയറിങ് പ്രോബ്ലം റസ്റ്റ് അങ്ങനെ എന്തോ പിടിച്ചാലും ഈ ഒരു കംപ്ലയിൻറ്റ് വരാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമാണെന്ന് വിചാരിച്ച് നമ്മൾ ഒന്ന് അയച്ച് നല്ലപോലെ WD-40 ഒക്കെ അടിച്ച് ക്ലീൻ ചെയ്യുന്നപ്പോൾ ഇതിൻ്റെ ഒരു ഈ കംപ്ലയിൻറ്റ് വെച്ചാൽ ECUവിൻ്റെ പ്രശ്നമായി. അതിൽ റസ്റ്റ് കയറിയിട്ട് അതിന് ഈ ഒരു സ്റ്റാർട്ടിങ് നല്ലോണം പവറായിട്ട് കിട്ടാറുണ്ട്. അപ്പോൾ വയർ ഷോർട്ടായിട്ട് ഈ റസ്റ്റൊക്കെ കയറും. നമ്മൾ ഈ വെള്ളത്തൂടെ ഇതിലൂടെ കുറേ കാലം കഴിയുമ്പോൾ ചെറിയ പൂപ്പൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ ആ ഉള്ളിലൊരു ECUവിൻ്റെ ഒരു സെൻസറിൻ്റെ അടുത്തേക്ക് നല്ലോണം കറണ്ടൊക്കെ ഒന്നും എത്തൂല. അതുകൊണ്ടാണ് ഈ ഒരു പ്രോബ്ലം വരൽ. നമ്മൾ പോപ്പുലറായിട്ട് സർവീസൊക്കെ ചെയ്താൽ ആ ഒരു പ്രശ്നം ക്ലിയർ ആയി കിട്ടും. ഇങ്ങനെ എത്ര കിലോമീറ്ററിൽ നമ്മൾ അയച്ച് ക്ലീൻ ചെയ്യൊക്കെ വേണം. അപ്പോൾ അത് ചെയ്തില്ലെങ്കിൽ നമ്മൾ മണ്ണും പൊടിയും വെള്ളമൊക്കെ കയറിയിട്ട് ചിലപ്പോൾ ചെറിയ സ്പാർക്ക് കരടൊക്കെ കുടുങ്ങിയിട്ട് നമ്മൾ ആ പൂപ്പലൊക്കെ പിടിച്ചാലാണ് ഈ ഒരു പ്രശ്നം തന്നെ. ഈ പ്രശ്നം നമ്മൾ ആ ഒരു ECU നല്ലപോലെ ക്ലീൻ ചെയ്തിട്ടിട്ടെങ്കിൽ നമുക്കൊന്ന് വണ്ടി സ്റ്റാർട്ടാക്കി ഓണാക്കിയിട്ട് ചാവി ഓണാക്കിയിട്ട് സെൽഫ് അടിഞ്ഞിട്ട് ഒറ്റയടിക്കുന്ന നമ്മളെ വണ്ടി സ്റ്റാർട്ടായി. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോബ്ലം, ഇതിൻ്റെ കോൺടാക്റ്റിൻ്റെ പ്രോബ്ലം അല്ല റെസ്റ്റ് കയറിയതിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ് ഈ വണ്ടിക്ക് ഇങ്ങനത്തെ ഒരു പ്രോബ്ലം വന്നത്. സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് വന്നപ്പോൾ ജസ്റ്റ് നമുക്ക് സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ഒക്കെ വന്നാൽ ജസ്റ്റ് നമുക്ക് അയച്ച് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നമ്മളെ സബ്സ്ക്രൈബറിനൊക്കെ ഉപകാരപ്പെടുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കുടുങ്ങി പോയാലൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെയൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക അങ്ങനത്തെ ചെയ്താൽ തൽക്കാലം നമുക്ക് വീട്ടിലോ അല്ലെങ്കിൽ ഷോപ്പിലൊക്കെ എത്താൻ ഒരു ഉപകാരമാവും. അതിനെക്കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഞാനിങ്ങനെ ആക്കിയിട്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൊണ്ട് പിന്നെ ഇതുപോലത്തെ വീഡിയോസ് ഇനി വരുന്നതായിരിക്കും. ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ കണ്ടിൻ്റെ BS6 ഇതൊക്കെ. എന്നപ്പോൾ ഈ ഒരു കംപ്ലയിൻറ്റ് കൊണ്ട് മാത്രം ഈ സ്റ്റാർട്ടിങ് പ്രോബ്ലം വരണമെന്നില്ല. എന്നിപ്പോൾ പെട്രോൾ എടുക്കാത്ത മോട്ടറിൻ്റെ പ്രശ്നം ഉണ്ടായി വരും, പ്ലഗ് പോയിക്കുന്നേ വരും, പിന്നെ കറണ്ട് എടുക്കാത്ത പ്രശ്നം ഉണ്ടായി വരും, അങ്ങനെയൊക്കെ വരും. അതുകൊണ്ട് ഇതിൻ്റെ ഈ ഒരു കംപ്ലയിൻ്റാണ് നമ്മൾ കണ്ടെത്തിയത്. അപ്പോൾ എല്ലാത്തിനും ഇതേ കംപ്ലയിൻറ്റ് വരണമെന്നില്ല. നമുക്ക് ഒരു വണ്ടി ഡിഫറൻ്റ് ആയിട്ടൊരു കംപ്ലയിൻറ്റ് കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് നമ്മൾ ചാവി ഓഫാക്കിയിട്ടൊന്ന് സ്റ്റാർട്ടാക്കി വെക്കാം. അപ്പോൾ ആ ഭാഗമൊക്കെ കണ്ട സ്റ്റാർട്ടിങ് ഒക്കെ റെഡിയാണ്, റേസിങ്ങൊക്കെ റെഡിയാണ്. നമ്മൾ ഒരു കിലോമീറ്റർ 3 കിലോമീറ്റർ ഒക്കെ ഓടിച്ച് നോക്കിയിട്ടുണ്ട്. നമുക്ക് ഒരു കംപ്ലയിൻ്റ് ഒന്നുമില്ല. ഞാൻ കാണിച്ചിട്ട് ഓടിച്ച് നോക്കിയാൽ ഒരു ഭാഗം നമ്മൾ സ്റ്റാർട്ടാക്കിയിട്ട് പുറത്ത് കൊണ്ടുപോയിട്ട് ഒരു 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ ഒക്കെ നമ്മൾ സ്പെയർ വാങ്ങാനൊക്കെ ഉണ്ടായി. ഇതിൻ്റെ വേറെ വണ്ടി കൊണ്ടുണ്ട്. ഈ വണ്ടി കൊണ്ടാണ് ഇപ്പോൾ അങ്ങനത്തെ ബ്ലോക്കിലോ അല്ല അങ്ങനത്തെ കംപ്ലയിൻറ്റ് പിന്നെ വരുമെന്നോ അതിനെ കൊണ്ടെന്നാണെങ്കിൽ ECUവിൻ്റെ പ്രോബ്ലം പിന്നെ മാറ്റിൻ്റെയൊക്കെ ആണെന്ന് നമുക്ക് 1 കിലോമീറ്റർ കൂടുമ്പോൾ നമുക്ക് അറിയാം. അപ്പോൾ അതിന് ഇങ്ങനത്തെ കോംപ്ലയിൻ്റ് ഒന്നുമില്ല. നമ്മൾ ഇത് ക്ലീൻ ചെയ്ത് നമ്മൾ റെഡിയായി. അതുകൊണ്ട് നിങ്ങൾ മാറ്റുന്നതിന് മുന്നേ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ഒന്ന് ക്ലീൻ ചെയ്തിട്ടൊക്കെ ഇടാൻ പറയാം. അപ്പോൾ ഈ ECUവിനൊക്കെ നല്ല വില ഉണ്ട്. മാറ്റുമ്പോൾ 10 രൂപ റേഞ്ചൊക്കെ വരും. അതിപ്പോൾ മൊത്തത്തിലാണ് വരിക. അതുകൊണ്ട് ഇതൊക്കെ നോക്കിയിട്ടൊന്ന് ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീട്ടിൽ കാണാം.